വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ കുറേ ദിവസമായി ഇപ്പോൾ വീഡിയോ കണ്ടിട്ട്. അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് മൂന്നാറാണ്. നമ്മൾ ജസ്റ്റ് ഒരു ട്രിപ്പ് എന്നുള്ള നിലയ്ക്ക് വന്നതാണ്. ഒരു മന്ദഗതിയിലിരിക്കുകയാണ്. കുറേ റൂമുകളൊക്കെ ചോദിച്ചു, അതൊക്കെ ഫുള്ളാണ്. പിന്നെ ഞങ്ങൾക്ക് ലാസ്റ്റ് റൂം കുറേ തിരഞ്ഞിട്ടാണ് ഇപ്പോൾ ഞങ്ങൾക്ക് റൂം കിട്ടിയത്. അതാണെങ്കിൽ എന്താ പറയുക, അവർ പറയുന്ന റേറ്റിന് ചാമ്പി കിട്ടുമെന്നറിയില്ല. അങ്ങനെ ഒരു ചാമ്പൽ തീരെ ഇഷ്ടമായില്ല. അതാണ് ഒരു ബന്ധപ്പ്. അപ്പം ഞങ്ങൾക്ക് വീട്ടിൽ നിന്ന് വരുമ്പോൾ ഇൻട്രോ എടുക്കാനും പറ്റില്ല, കാരണം പെട്ടെന്നാണ് തീരുമാനിച്ചതാണ്. എന്നിട്ട് പോവല്ലേ പോവുക. അപ്പോൾ ഞങ്ങൾ ബാഗ് ഓടി. അതുകൊണ്ട് ഇൻട്രോ ഒന്നും എടുക്കാൻ പറ്റില്ല. കുറച്ചൊക്കെ വീഡിയോസ് എടുത്തുക്കണം. അപ്പോൾ ഇപ്പോഴത്തെ നമുക്ക് ഇൻട്രോ ഇപ്പോഴാണ് എടുത്തത്. എന്തായാലും നിങ്ങൾ ഞാൻ അടുത്ത വീഡിയോസൊക്കെ കണ്ടോളി. വലുതായിട്ടൊന്നും എടുക്കില്ല, കുറച്ചൊക്കെ. വണ്ടി കയറിയിക്കഴിഞ്ഞാൽ ഒരാളെ കാര്യത്തിൽ തീരുമാനമായിട്ടുണ്ടായിരുന്നു. ഞാൻ ഉറക്കം വന്നിട്ടോ. അതിൽ 3-4 ദിവസമായാലും ഉറങ്ങിയിട്ട്. അപ്പം അത് കാരണം ഉറക്കം വന്നിട്ടാണ്ട് ഉറങ്ങി. ഞാൻ ഇറങ്ങിയ വന്നതിനെ മൂന്നാറെത്തിയെന്ന് ഞാൻ ചോദിച്ചത്. ഇത്ര മൂന്നാറെത്തിയത് അപ്പം എത്തിയില്ല. പിന്നെ കുറച്ചും കൂടി ഉണ്ട്, ഒരു 60-65 കിലോമീറ്ററും കൂടി ഉണ്ട്. വീട്ടിൽ നിന്ന് 10 മണിക്ക് ഇറങ്ങിയതാണ്. ഇപ്പം സമയം 2:50. അപ്പോൾ ഇനി എത്തിയിട്ടൊന്നുമില്ല. ഇല്ലെങ്കിൽ കുറെ പോകാനൊക്കെ ഉണ്ട്. പിന്നെ ഡ്രൈവ് ചെയ്യാൻ പറ്റില്ല കണ്ടപ്പോൾ ഞങ്ങൾ നിർത്തിയ റൂം എടുത്തതാണ്. എന്നാലും അവിടെ എത്തിയില്ലെങ്കിൽ കോടൊക്കെ നല്ല കോടുണ്ട്. ഇനിയിപ്പോൾ ഇവിടെ നിന്ന് അവിടെ ചുരമാണ്. ഇനി രാവിലെ ഒന്ന് ഉറങ്ങി നീച്ചിട്ട് അവിടെ പോവാച്ചിട്ടാണ്. ഗൈസ്, അപ്പോൾ ഞങ്ങളിപ്പോൾ പോയിക്കൊണ്ടിരിക്കണത് പട്ടാമ്പി തൃശ്ശൂർ കുന്നംകുളം എന്ന് പറഞ്ഞ റൂട്ടിൽ കൂടെ പോയിക്കൊണ്ടിരിക്കണത്. പിന്നെ വണ്ടി കയറി കുറച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് നല്ല ഉറക്കമായിരുന്നു. പിന്നെ കുറച്ച് അങ്ങോട്ട് എത്തിയപ്പോൾ നല്ല ബ്ലോക്ക് എന്നും പറഞ്ഞാൽ അലാക്കിൻ്റെ ബ്ലോക്കായിരുന്നു. എന്താ പറയുക, നല്ല ബ്ലോക്ക് ഉണ്ടായിരുന്നു. അങ്ങനെ എത്തിയപ്പോൾ തന്നെ ഒരു 2 മണി ആയിക്കണോ മൂന്നാർ എത്തിയപ്പോൾ. നല്ല ബ്ലോക്ക് കാരണം നമ്മളിപ്പോൾ വണ്ടി നിർത്തിക്കാണ് ചാടിക്കാൻ വേണ്ടിയിട്ട്. അസിന് ഇറങ്ങി. പിന്നെ നമ്മളെ കൂടെ വേറെ ആൾക്കാരുണ്ട്, അവർ ഇറങ്ങി. എനിക്ക് ചായ ഉണ്ടായിരുന്നു, അപ്പം ഞാൻ ഇറങ്ങിയില്ല. പുറത്തുണ്ട് ഗൈസ്, അവിടെ ഉണ്ട്. അപ്പോൾ ഞാൻ അങ്ങനെ കുറച്ച് വീഡിയോസൊക്കെ ഞാൻ എടുക്കുക. രാത്രി ആയതുകൊണ്ട് അധികം വീഡിയോസ് എടുക്കാനൊന്നും പറ്റില്ല, കാരണം ഇരുട്ടല്ലേ, അപ്പോൾ ഒന്നും കാണാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് ഞാൻ പറ്റുന്ന പോലെ എടുക്കുന്നുണ്ട്, കുറച്ചൊക്കെ എടുക്കുന്നുണ്ട്. സമയം 12:55. നമ്മൾ മൂന്നാർക്കാണ് കേട്ടോ പോകുന്നത്. ഇൻട്രോ എടുക്കാനൊന്നും പറ്റിയിട്ടില്ല. ഞാനൊരു കോഫി എടുക്കാൻ വിചാരിച്ചു. ഹായ് ഗൈസ്, വരുന്നേരം നല്ല ഉറക്കമായിരുന്നു. ഞാൻ എവിടെ എത്തിയെന്ന് പോലും കയറിയിട്ടില്ല. നല്ല കോടുണ്ട് ഇവിടെ. ഞാൻ വന്നപ്പോൾ മൂന്നാർ എത്തിയെന്ന് വിചാരിച്ചു. ഇനിയും ഒരുപാട് പോകേണ്ടത്ര മൂന്നാർക്ക്. ഞങ്ങളിപ്പോൾ നീച്ചു, ഡ്രസ്സ് മാറ്റി. ഇനിയിപ്പോൾ മൂന്നാർക്ക് എത്തിയിട്ടില്ല. ഇനി പോകാൻ വേണ്ടി നിൽക്കുകയാണ്. ഇവിടുന്ന് 65 കിലോമീറ്ററും കൂടി ഉണ്ട് പോകാൻ റെഡി ആയിട്ട്. ഇന്ന് റൂമിൽ നിന്ന് ഇറങ്ങിയാണ്. അപ്പോൾ ഇപ്പോൾ സമയം 8 മണിയല്ലേ? അല്ല, 9 മണിയായി. സമയം 9 മണിയായി. ഇപ്പം ഞങ്ങൾ കൂടുതൽ ഒരു ഡ്രസ്സ് ചെയ്യണം. അപ്പോൾ ഇത് ചെയ്യണ്ടേ. ഞങ്ങൾ താഴത്തേക്ക് ഇറങ്ങിയപ്പോൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാൻ വിചാരിച്ചു. ഗായ്സ്, അപ്പോൾ നമ്മൾ ഇവിടെ ഇരുന്നുണ്ടായിരുന്നത്. ഹായ് ഗായ്സ്, ഞങ്ങളിതാ അടിമാലിയിൽ നിന്ന് കയറിയിട്ട് ഞങ്ങൾക്ക് ചുരം കയറിയപ്പോൾ വലിയൊരു വാട്ടർഫോൾസ് ഉണ്ട്. ഇതാ ഹായ് ഗായ്സ്,
ഞങ്ങളിതാ അവിടുന്നും പോന്നു. എന്നിട്ട് ഇതാ ഇവിടെ വേറൊരു വെള്ളച്ചാട്ടം. അല്ല, ഇത് വേറെ. എന്തായാലും ഈ ട്രിപ്പ് എന്തായാലും പൊളിയാണ്. അടിമാലി അങ്ങോട്ടൊക്കെ എത്തിയപ്പോൾ നല്ല മഴ ഉണ്ടായിരുന്നു. ഞങ്ങൾ എടുത്ത റൂമിൻ്റെ അവിടെ ഒന്നും തീരെ മഴ ഉണ്ടായിരുന്നില്ല. പിന്നെ അടിമാലിയൊക്കെ എത്തിയപ്പോൾ നല്ല മഴ ഉണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ വിചാരിച്ചു അടിമാലിയിൽ നിന്ന് തന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് പോകാൻ വിചാരിച്ചു. അപ്പം ഞങ്ങൾ പൊറാട്ടയും ദോശയൊക്കെ വാങ്ങി, പിന്നെ ഒരു ചിക്കൻ കറി വാങ്ങി. പിന്നെ അത് കഴിച്ചിട്ട് പോകാൻ വിചാരിച്ചു. എല്ലായിടത്തും വോയിസ് ഓവർ എടുക്കുന്നത് ഈ പാട്ടുള്ളതുകൊണ്ടാണ്. പിന്നെ നമ്മൾ ചായയൊക്കെ കുടിച്ച് വീണ്ടും പോകൽ തുടങ്ങി. അപ്പോൾ അതാ നമ്മൾ അടിമാലിയൊക്കെ കഴിഞ്ഞ് അങ്ങനെ പോകാൻ തുടങ്ങി. ഇവിടെ എത്തിക്കുന്ന കറക്റ്റ് സ്ഥലങ്ങളൊന്നും എനിക്കറിയില്ല. എന്തായാലും നമ്മളിങ്ങനെ പോകൽ തുടങ്ങി, അങ്ങനെ ഇപ്പോൾ പറയാൻ പറ്റൂ. അപ്പോൾ പിന്നെ അവിടുന്ന് പിന്നെ ഒന്നും പറയാനും പറ്റൂലല്ലോ, കാരണം വണ്ടിയിലൊക്കെ നല്ല പാട്ടിട്ട് കാരണം ഒന്നും കേൾക്കില്ല. പിന്നെ കോപ്പി റൈറ്റിൻ്റെ ഇഷ്യൂ വരുമല്ലോ, അത് കാരണം ഞാൻ പിന്നെ വോയിസ് കൊടുത്തു. വണ്ടിയിൽ പാട്ട് വെച്ച കാരണം പിന്നെ വോയിസ് ഓവർ ആദ്യമൊക്കെ കൊടുക്കേണ്ടി വന്നു. എന്താ പറയണ വെച്ചാൽ മൂന്നാർക്ക് ഇനി ഇവിടുന്ന് 30 കിലോമീറ്റർ ഉള്ളൂ എന്ന് പറയാണ്. പിന്നെ അവിടെയൊക്കെ നല്ല മഴയാണ് കേട്ടോ. നമ്മളെ ഇവിടുത്തെക്കാട്ടിലും മഴ ഉണ്ട് അവിടേക്ക്. ഇത്ര ദിവസമായിട്ട് വെയിലായിരുന്നു എന്നാണ് പറഞ്ഞത്. ഇപ്പം നല്ല മഴ തുടങ്ങിയിരിക്കുന്നു പറഞ്ഞു. അപ്പം നമ്മളിപ്പോൾ ഇതാ മൂന്നാറുള്ളൊരു ഡാമിൻ്റെ അവിടേക്ക് എത്തിയിട്ടുണ്ട്. ഈ ഡാമിൻ്റെ പേരെന്താണെന്ന് വെച്ചാൽ എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല. അപ്പോൾ ഞാൻ വീഡിയോ എടുക്കുന്നുണ്ടപ്പോൾ അതിൻ്റെ ഇടയിൽ അവിടെ നിൽക്കണ ഏതോ ഒരാൾ കൈ കൊണ്ട് ഇങ്ങനെ ഒരു ടാറ്റൊക്കെ തരിയിരുന്നു. ഈ ഡാമിൻ്റെ ഇവിടേക്ക് എത്തിയതും ഒന്നും ഇക്കറിഞ്ഞിട്ടില്ല കേട്ടോ, കാരണം നല്ല ഉറക്കമാണ്. ഞാൻ പിന്നെ വിളിക്കാനും നിന്നില്ല, എത്തിയിട്ട് വിളിക്കാൻ വിചാരിച്ചിട്ട്. നല്ല ഉറക്കത്തിലായിരുന്നു. നാളെ വണ്ടി കയറി ഉറങ്ങും, അങ്ങനെയാണ്. അപ്പോൾ ഗൈസ് നമ്മളിപ്പോൾ ഒരു ഡാമിലെത്തിയിട്ടുണ്ട്. ഒരു ഡാമിലേക്ക് എത്തിയിട്ടുണ്ട്. അവിടേക്ക് കയറിയിട്ട് ബാക്കി വിശേഷങ്ങൾ കാണാം. ആരും ഉറങ്ങിയിരുന്നുള്ള നിങ്ങൾ കണ്ടില്ലേ? ഞാൻ ഉറങ്ങിയിരുന്ന അസന ഉറങ്ങിയിരുന്ന എല്ലാവരും കണ്ടിരിക്കുന്നു. അപ്പം നമുക്ക് ഡാമിൻ്റെ ഉള്ളിൽ കയറിയിട്ട് ബാക്കി വിശേഷങ്ങൾ കാണാം. ചെറുതായിട്ടൊന്ന് പണി പാളി. അവിടെ ഇപ്പം മഴ കാരണം ബോട്ടിങ്ങൊന്നും നടക്കണില്ല അറിഞ്ഞു. അപ്പോൾ പിന്നെ നമ്മൾ തിരിച്ചു പോകേണ്ടി വന്നു. അസനിക്ക് ഛർദ്ദിക്കാൻ വരും പറഞ്ഞിട്ട് അസൻ ഇപ്പം പബ്ലിക്കാൻ വാങ്ങാൻ പോവാണ്. ഞാനും അതിൻ്റെ പിന്നാലെയും പോവാണ്. നമുക്ക് പോയിട്ട് പബ്ലിക്കാൻ വാങ്ങാം. നമ്മൾ ഇങ്ങോട്ട് വന്നു. അപ്പോൾ ബോട്ട് ട്രെക്കിങ് നടക്കൂല. അപ്പോൾ നമ്മൾ ജീപ്പ് സഫാരി നടത്തുകയാണ്. ഒരു 7 സ്പോട്ട് അവർ കൊണ്ടുപോയി കാണിച്ചു തരും. സെറ്റാണെന്നൊക്കെ പറഞ്ഞു. ഇനി ഒന്ന് പോയോക്കട്ടെ. അപ്പോൾ ഗൈസ് നമ്മളങ്ങനെ പോവാന്ന് ഫിക്സ് ചെയ്തു. അപ്പോൾ നമ്മളിപ്പോൾ ജീപ്പ് കയറാൻ പോവാണ്. നമുക്ക് പോകുന്ന വഴിക്കുള്ള വിശേഷങ്ങളൊക്കെ കാണാം. അപ്പം നമ്മൾ പോകാൻ വേണ്ടിയിട്ട് ജീപ്പിലൊക്കെ കയറി ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ നമ്മൾ പോവാൻ തുടങ്ങി. നമ്മൾ വണ്ടിയൊക്കെ ഇവിടെ നിർത്തിയത്. നമ്മളെ പോലെ ജീപ്പ് കയറി പോകാണല്ലോ. അപ്പം നമ്മളെ വണ്ടിയൊക്കെ നമ്മൾ ഇവിടെ നിർത്തിയിട്ട് വേണം പോകാൻ. അപ്പം നമ്മളോട് അവർ പറഞ്ഞിരുന്നത് നമ്മൾ 7 സ്ഥലത്ത് കൂടെ കൊണ്ടുപോകുന്ന പറഞ്ഞിരുന്നത്. അപ്പം അതിലത്തെ ഏതോ ഒരു സ്ഥലമുണ്ട്, എന്താ പേര് ഓർമ്മയില്ല, അവിടേക്ക് കൊണ്ടുപോവാണ്. അപ്പോൾ ശരിക്കും ഈ റോഡിൽ കൂടെ വരേണ്ട ആവശ്യം ഒരിക്കലില്ല. ഈ ചുറ്റി വളഞ്ഞിട്ട് വരികയാണത്. ഒരു നല്ല റോഡുണ്ട്, മെയിൻ റോഡ് പോലെ റോഡുണ്ട്, അതുകൂടെ ശരിക്കും വരേണ്ടത്. അപ്പോൾ നമ്മളെ ചുറ്റി വളഞ്ഞിങ്ങനെ കൊണ്ടുപോയിരുന്നു. എന്നിട്ട് ഞങ്ങൾക്ക് കുറച്ച് അങ്ങോട്ട് എത്തിയപ്പോൾ കാണിച്ചു തന്നു, നമുക്ക് ഈ റോഡിലൂടെയും വേണമെങ്കിൽ വരാം, പക്ഷെ നിങ്ങൾ ഓഫ് റോഡിലൂടെ കൊണ്ടുപോകണം എന്നിട്ട് ഓല് ഞങ്ങളോട് അങ്ങനെ പറഞ്ഞു. ശരിക്കും ഓല് നമ്മൾ കൊടുത്ത പൈസ മുതലായി എന്ന് തോന്നിക്കാൻ വേണ്ടിയിട്ട് ഓല് നമ്മളെ ഈ കുണ്ടുകുഴിയുള്ള റോട്ടിൽ കൂടിയും അങ്ങനെ ഒരു ഉള്ളിൽ കൂടെ ഉള്ള റോട്ടിൽ കൂടെ കൊണ്ടുവന്നിക്കാണ്. ശരിക്കുള്ള നല്ല വഴിയൊക്കെ ഉണ്ട്.
ഞാനിതിൽ ഇങ്ങനെ വീഡിയോ എടുക്കുമ്പോൾ ഓരോന്ന് പറയണൊക്കെ ഉണ്ട്. അപ്പോൾ പക്ഷേ ഒന്നും കേൾക്കാൻ പറ്റുന്നില്ല, കാരണം ഈ വണ്ടീൻ്റെ കുലുക്കം കൊണ്ട് സംസാരിച്ചൊന്നും ക്ലിയർ ആവണില്ല. അപ്പോൾ നമ്മളിപ്പോൾ ഓഫ് റോഡ് കഴിഞ്ഞിപ്പോൾ മെയിൻ റോഡിലേക്ക് എത്തി. ഞാൻ ബാക്ക് ക്യാമറ ഇട്ടിട്ട് കാണിച്ചു തരാം. പിന്നെ നമ്മൾ മറ്റേ ആ ഓഫ് റോഡ് പോലത്തെ റോട്ടിൽ നിന്ന് പോന്നിട്ട് ഇങ്ങനെ നല്ലൊരു മെയിൻ റോഡിലേക്കാണ് വന്നത്. അപ്പോൾ ഇങ്ങനെ മെയിൻ റോഡിലേക്ക് വന്നപ്പോൾ എന്താ പറയുക, ഇതൊരു ഡാമിൻ്റെ ബാക്കിയാണെന്നോ അങ്ങനെ എന്തോ പറയുന്നുണ്ടായാൽ ഇക്കാവൊന്നും മനസ്സിലായില്ല. അപ്പോൾ നമ്മൾ ഫസ്റ്റത്തെ സ്ഥലം ഇതാണ്. ഈ സ്ഥലത്തിൻ്റെ പേര് ഓർമ്മയില്ല. ഇതൊരു വെള്ളച്ചാട്ടമായിരുന്നു. അവിടെ സിപ്പ് ലൈനും വെള്ളച്ചാട്ടവും പിന്നെ അങ്ങനെ കുറച്ച് വെറൈറ്റി കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളിങ്ങനെ സിപ്പ് ലൈനിൽ കയറണോ വേണ്ടതെന്ന് ഇങ്ങനെ ആലോചിക്കുന്നു. അപ്പോൾ ഞങ്ങൾ കരുതി ചോദിക്കാം എന്താ റേറ്റ് കാര്യങ്ങളെന്നൊക്കെ. അപ്പോൾ ഞങ്ങളിങ്ങനെ ഓരോരുത്തർ പോകണതും ഒക്കെ ഇങ്ങനെ നോക്കിയിരുന്നു. അതിൽ പിന്നെ ഇക്ക പോയിട്ട് എന്താ അതിൻ്റെ കാര്യങ്ങളൊക്കെ അന്വേഷിച്ചു വന്നു. ഫോട്ടോ എടുക്കാൻ എന്താ റേറ്റ്, അതേപോലെ വീഡിയോ എടുക്കാൻ എന്താ റേറ്റ് എന്നൊക്കെ ഇങ്ങനെ പോയി ചോദിച്ചിട്ട് വന്നു. അപ്പോൾ പിന്നെ ഞങ്ങൾ വിചാരിച്ചു എന്തായാലും ഒന്ന് കയറി നോക്കാമെന്ന് തീരുമാനിച്ചു. അപ്പോൾ ഉണ്ട് പോണത് കണ്ടപ്പോൾ പിന്നെ വിചാരിച്ചു എന്തായാലും കയറി നോക്കാൻ വിചാരിച്ചു. ചെറിയൊരു പേടിയൊക്കെ ഉണ്ടായിരുന്നു, എന്നാലും നമ്മൾ കയറാമെന്ന് ഉറപ്പിച്ചു. ഗൈസ്, അപ്പോൾ നമ്മളിപ്പോൾ സിപ്പ് ലൈനിൽ കയറാൻ നിൽക്കുകയാണ്. അച്ഛനോട് ചോദിക്കുന്നുണ്ട് ടിക്കറ്റും കാര്യങ്ങളൊക്കെ അച്ഛൻ ചോദിക്കുന്നുണ്ട്. അപ്പം നമുക്ക് കയറാക്കാം. ഞാൻ പറഞ്ഞ മറക്കണ്ട കേട്ടോ. ഇങ്ങനെ കുറച്ച് നേരമുള്ളെങ്കിലും സംഭവം കൂടിയാണ്, പക്ഷേ ലേശം നേരം ഉള്ളൂ. ഈ വീഡിയോ ഫോട്ടോ നോക്കിയോട്ടെ. അപ്പോൾ ഗൈസ്, നമ്മളിപ്പോൾ സിപ്പ് ലൈനിൽ കയറി ഇറങ്ങി. അപ്പോൾ നമ്മളിപ്പോൾ എന്താ പറയുക, ഡാം കാണാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഇറങ്ങി. അപ്പോൾ നമ്മളിപ്പോൾ എന്താ പറയുക, ഇടുക്ക് ഇറങ്ങിക്കാണ്, ഡാമിൻ്റെ അവിടേക്ക് ഇറങ്ങിക്കാണ്. ഇതാണ് ഡാം ഇവിടുത്തെ.